അല്ല പറഞ്ഞത്. അനധികൃതമായി ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുപോയാൽ ഞങ്ങളുടെ നാവിക ഉപരോധം അതിജീവിച്ചാൽ ആക്രമണം ഉണ്ടാവും എന്നുള്ള തരത്തിലാണ് സംസാരിച്ചത്. അത് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തോട് സംസാരിക്കാൻ പറ്റിയ ഭാഷയല്ല അമേരിക്കയുടേതെന്ന് ഇന്ത്യ പറയേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇന്ത്യ ഈ കാര്യത്തിൽ പലപ്പോഴും നട്ടെല്ല് കാണിച്ചാൽ മാത്രമേ അവർക്ക് ഈ തരത്തിൽ, കാരണം അങ്ങനെ നട്ടെല്ല് കാണിക്കുന്ന ചൈനയോടും അതുപോലെ തന്നെ മറ്റ് പല റഷ്യയോടൊക്കെ സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ അതുകൊണ്ടാണ് ശശി തരൂരിനെ പോലുള്ളവർ അതിശക്തമായ ഭാഷയിൽ സംസാരിച്ചത്. ഇത് ഇന്ത്യയുടെ മേലെ അമേരിക്കയുടെ കടന്നുകയറ്റമാണ്, ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് എടുക്കാൻ കാരണം അതാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ഈ നിലപാടിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ടതുണ്ട്. ലെബനോനിലെ യുദ്ധം നിർത്തണമെന്ന് ഈ കരാറിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ ഇതുവരെ വഴങ്ങിയിട്ടില്ല. അതായിരിക്കും ഒരു പക്ഷേ ഏറ്റവും വലിയ കല്ലുകടിയായിട്ട് വരാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.